ഈ ബിഗ് ബാങ്ക് വീക്കിൽ ഇതുവരെ നടന്ന എല്ലാ ടാസ്കുകളിലും വെച്ച് ഇതുവരെ നിങ്ങൾ നേടിയത് 4,74,790 രൂപ. 100 ദിവസത്തെ കഠിന പ്രയത്നത്തിന് ശേഷം കിരീടം നേടുന്ന വിജയിയുടെ സമ്മാനത്തുകയിൽ നിന്നാണ് ഈ മുഴുവൻ തുകയും കുറയ്ക്കപ്പെടുന്നത്. നിങ്ങളിൽ വിജയപ്രതീക്ഷയുള്ളവർക്ക് ഒരുപക്ഷെ ഇത് തെറ്റാണെന്ന് തോന്നിയിരിക്കാം, ചിലർക്ക് ഇത് ശരിയാണെന്നും. അത്തരത്തിൽ ഈ കാര്യത്തിൽ നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായത്തെ തുറന്നു പറയാനുള്ള വേദിയാണിത്. ഓരോരുത്തരായി മുന്നോട്ട് വന്ന് സംസാരിക്കുക. ആദ്യമായിട്ട് വന്നത് അനീഷാണ്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്തത് ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഒരു 100 ദിവസം നിന്നിട്ട് ഒരാൾക്ക് മാത്രമേ വിന്നറാകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരാളാണ് കാലങ്ങളോളം ചർച്ച ചെയ്യപ്പെടുന്നതും എല്ലാവരും ഓർമ്മിക്കപ്പെടുന്നതും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഫൈനലെത്തിയ ഈ 8 പേർക്കും എന്തെങ്കിലുമൊക്കെ കോൺസലേഷൻ പ്രൈസ് പോലെ അവർക്കും ഞങ്ങൾ ധീരമായിട്ട് പോരാടി എന്ന് വിചാരിക്കാൻ തക്ക എന്തെങ്കിലുമൊക്കെ ഒരു പ്രോത്സാഹന സമ്മാനം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഒരു ഉദാഹരണത്തിന്, ഒരു പാട്ട് കോമ്പറ്റീഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾ മാത്രമേ വിന്നറാവുകയുള്ളൂ. ആ സമയത്ത് മറ്റെല്ലാവരും നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വിജയിക്കുന്ന ആ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും പറയും എന്തെങ്കിലും ഒരു പ്രോത്സാഹന സമ്മാനം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഉണ്ടാകാം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പലപ്പോഴും നമ്മളങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഒരു പ്രോത്സാഹന സമ്മാനമെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഒരാൾ തന്നെ വിന്നറാവുകയുള്ളൂ. അത് ഞാനാകണമെന്നാണ് ഞാൻ 100% ആഗ്രഹിക്കുന്നത്. എങ്കിൽ കൂടെ മറ്റുള്ള എല്ലാവർക്കും എന്തെങ്കിലും പ്രോത്സാഹന സമ്മാനം കിട്ടിയിരുന്നെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും അവിടെ അഭിപ്രായം പറഞ്ഞോളാന്ന് വയ്യ. ഞാൻ പോകാമെന്നും പറഞ്ഞുള്ള ഇടിയോടെ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം.